ആദിൽ പാലോട് നമ്മോടൊപ്പം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5% വോട്ടുകളുടെ കുറവ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അർദ്ധരാത്രിയോടുകൂടിയാണ് പോളിംഗ് അവസാനിച്ചത് എന്ന ഒറ്റ കാരണത്താൽ ഇന്നിപ്പോൾ പാർട്ടി കണക്കുകൾ വന്നു തുടങ്ങിയോ? എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നത്? പാർട്ടി കണക്കുകൾ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും ഇത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയ കൃത്യമായൊരു ധാരണയിലേക്ക് പാർട്ടി ഘടകങ്ങൾ എത്തുകയുള്ളൂ, ജില്ലാ കമ്മിറ്റികൾ എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ 6 മുതൽ 10 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, പാലക്കാട്, ആലത്തൂർ, കണ്ണൂർ, കാസർഗോഡ് CPM മത്സരിച്ച ഈ 5 മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയിക്കും എന്നതാണ് നിലവിൽ CPM നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. CPI മത്സരിച്ച മാവേലിക്കരയും തൃശ്ശൂരും അങ്ങനെ ആകെ ഒരു 7 സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുന്നുണ്ട്. 6 മുതൽ 10 സീറ്റ് വരെ പോകാം എന്ന നിലയിലാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തലുള്ളത്. ഇതിൽ ആറ്റിങ്ങൽ V ജോയാണ് മത്സരിച്ചത്, പാലക്കാട് A വിജയരാഘവൻ PB അംഗം, ആലത്തൂരിൽ മന്ത്രി കൂടിയായ രാധാകൃഷ്ണൻ, കണ്ണൂരിൽ MV ജയരാജൻ, കാസർഗോഡ് ബാലകൃഷ്ണൻ മാസ്റ്റർ. ഇത്തരത്തിൽ ഇവർക്ക് ജയം ഉറപ്പാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രാഥമിക കണക്കുകൾ വെച്ചുള്ള ഒരു വിലയിരുത്തലാണ്. ഇങ്ങനെ ജയിക്കുന്നത് കൊണ്ട് തന്നെ മട്ടന്നൂരും വർക്കലയും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും CPM നേതൃത്വം ഉറപ്പിക്കുന്നു. അവിടെ പ്രാഥമിക വർക്കുകൾ ഇതിനോടകം തന്നെ ഉപതെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടികൾ ആലോചിച്ചു വരികയാണെന്നാണ് V ജോയ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ നിലയിൽ കടുത്ത ആത്മവിശ്വാസമുണ്ട്. 10 വരെ സീറ്റുകൾ ലഭിക്കും എന്നതാണ് ആത്മവിശ്വാസം. ഇപ്പോൾ റോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF പറയുന്നതിന് സമാനമായ വാദഗതി തന്നെയാണ് ഈ പോളിംഗ് കുറഞ്ഞ വിഷയത്തിൽ LDF നേതാക്കളും പറയുന്നത്. ഇനി പോളിംഗ് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഉദ്ദേശിച്ച വോട്ടുകൾ കൃത്യമായ കണക്ക് CPM കീഴ് ഘടകങ്ങൾക്കുണ്ടാകും. ഓരോ ബൂത്ത് കമ്മിറ്റിക്കും ഏതൊക്കെ വോട്ടുകളാണ് CPMൻ്റേത്, അതൊക്കെ വീണോ എന്ന് ഉറപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതുവഴി CPM ഉദ്ദേശിച്ച വോട്ടുകളെല്ലാം വീണിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. LDF അങ്ങനെയാണ് വിലയിരുത്തുക ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിൽ 6 മുതൽ 10 വരെയാണ്, 7 സീറ്റുകളിൽ വിജയം ഉറപ്പ് എന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. നികേഷ്, ഓക്കെ, അതിലാണ് വിശദാംശങ്ങൾ നൽകിയത്.